ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇതൊരു പ്രധാനപ്പെട്ട സിനിമയാണ്. കഴിഞ്ഞ ഈ മാസം ഇറങ്ങിയത് മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അതിൻ്റെ ബഡ്ജറ്റ് 19 കോടിയാണ്, ഷെയർ 4.25 കോടി. അതിൻ്റെ ബഡ്ജറ്റ് 19 കോടി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പ്രതിഫലം എത്രയാണ്? കുറഞ്ഞൊരു 15 ലക്ഷം രൂപയെങ്കിലും മമ്മൂട്ടിക്ക് പ്രതിഫലം ഉണ്ടാവില്ലേ? ആ പ്രതിഫലത്തിൽ കൂട്ടിയ ബഡ്ജറ്റാണോ പറയുന്നത്? അതർവൈസ് ആ പടത്തിന് അത്രയും ബഡ്ജറ്റ് ഉണ്ടോ? എൻ്റെ ന്യായമായ സംശയമാണ്. കാരണം വളരെ മിനിമലായിട്ട് എടുത്തിട്ടുള്ള സിനിമയാണ് ഐഡൻറ്റിറ്റി. അതിൻ്റെ ബഡ്ജറ്റ് 30 കോടി രൂപയാണ്. അതിൻ്റെ തിയേറ്റർ ഷെയർ 3.5 കോടി. ഐഡൻറ്റിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ആ സിനിമ നന്നായിട്ട് എടുത്ത പടമൊക്കെയാണ്. പക്ഷേ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആ സംവിധായകനോ ആ നിർമ്മാതാവിൻ്റെ ആരിലോ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമ പിടിക്കാൻ അനുവദിക്കില്ലായിരുന്നു. കാരണം അത്ര ദുരൂഹമായ, പ്രേക്ഷകർക്ക് ഒരു തരത്തിലും കൺവിൻസ് ആവാത്ത കുറേ അധികം രംഗങ്ങളുള്ളൊരു സിനിമയാണ് ഐഡൻറ്റിറ്റി. 4 സീസൺസ് എന്നുള്ള പടം ബഡ്ജറ്റ് 2.5 കോടിയാണ്. ഇതിൻ്റെ ഷെയർ തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപയാണ്. അതിനർത്ഥം ആ സിനിമയുടെ ക്രൂസ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം പോയി കണ്ടപടം എന്നായിരിക്കും അതിനർത്ഥം. ഇതിന് 2.5 കോടി ചിലവായി എന്ന് പറയുമ്പോൾ എനിക്കതിലൊരു വിശ്വാസ്യത പ്രശ്നമുണ്ട്. കാരണം അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു നോക്കി. അതായത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോലും കെൽപ്പില്ലാത്ത ഒരാളെടുത്തൊരു പടം, അതിൻ്റെ എഡിറ്റിങ് മുതൽ അതിലെ സംഭാഷണം വരെ കൃത്രിമമായ സംഭാഷണങ്ങളുള്ള, അതിൻ്റെ ഗ്രാഫിക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ കുട്ടികളതിൽ നല്ല ഷോർട്ട് ഫിലിം എടുക്കും. അങ്ങനത്തെ ഒരു പടമാണ്. അതിന് 2.5 കോടി രൂപ ഉണ്ട്. ഈ 4 സീസൺ എന്ന പടത്തിന് 2.5 കോടി ബഡ്ജറ്റ് ഉണ്ടെന്ന് സുരേഷ് കുമാർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഇത്രയും മോശം ക്വാളിറ്റിയുള്ള സിനിമകളെടുത്ത് തിയേറ്ററിൽ ഇറക്കിയിട്ട് അതൊക്കെ ഞങ്ങൾ വന്ന് കാണണം, പ്രേക്ഷകർ വന്ന് കാണണമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞാൽ സൗകര്യമില്ല എന്നേ പറയാൻ പറ്റൂ. നിർമ്മാതാവ് സുരേഷ് കുമാർ ആ പ്രസംഗിച്ച ശേഷം ഈ നിർമ്മാതാക്കളുടെ സംഘടന തന്നെ ഈ ജനുവരി മാസത്തിൽ ഇറങ്ങിയ സിനിമകളുടെ ലിസ്റ്റും അവരുടെ ബഡ്ജറ്റും അവർക്ക് കിട്ടിയ തിയേറ്റർ കളക്ഷൻ പുറത്തുവിട്ടുണ്ട്. നൗഫൽ ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൽ എത്ര സിനിമകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന് കമ്മ്യൂണിസ്റ്റ് പച്ച, ബജറ്റ് 2 കോടി, അവർക്ക് തിയേറ്റർ ഷെയർ 1,25,000 രൂപ. ID ദ ഫേക്ക്, അങ്ങനെ ഒരു പടത്തെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. നൗഫലങ്ങളായാലും കേട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ. 2,47,00,000 തിയേറ്റർ ഷെയർ 1.5 ലക്ഷം രൂപ. ഇനി മൂന്നാമത്തെ സിനിമ ഞാൻ കണ്ടതാണ്, OTT-യിലാണ് കണ്ടത്, ഐഡൻറ്റിറ്റി. അതിൻ്റെ ബജറ്റ് 30 കോടി രൂപയാണ്. അതിൻ്റെ തിയേറ്റർ ഷെയർ 3.5 കോടി. ഐഡൻറ്റിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ആ സിനിമ നന്നായിട്ട് എടുത്ത പടമൊക്കെയാണ്. പക്ഷേ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ആ സംവിധായകനോ ആ നിർമ്മാതാവിൻ്റെ ആരിലോ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമ പിടിക്കാൻ അനുവദിക്കില്ലായിരുന്നു. കാരണം അത്ര ദുരൂഹമായ, പ്രേക്ഷകർക്ക് ഒരു തരത്തിലും കൺവിൻസ് ആവാത്ത കുറേ അധികം രംഗങ്ങളുള്ളൊരു സിനിമയാണ് ഐഡൻറ്റിറ്റി. കുറഞ്ഞ പക്ഷേ ടോവിനോ തോമസെങ്കിലും ആ പടം ഒന്ന് കാണണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കണമായിരുന്നാണ്. അടുത്തത് മലബാർ ടൈൽസ്, ബജറ്റ് 50 ലക്ഷം, തിയേറ്റർ ഷെയർ 2.5 ലക്ഷം. ഒരുമ്പെട്ടവൻ, ബജറ്റ് 2.5 കോടി, ഷെയർ 3 ലക്ഷം. രേഖാചിത്രം, അതാണ് ഹിറ്റ് ചിത്രം ഇതിൽ ഇറങ്ങിയിട്ടുള്ളതിൽ. അവരുടെ ബജറ്റ് 8.5 കോടി, ഷെയർ 12.5 കോടി. അത് ലാഭമുള്ള ഉണ്ടാക്കിയ സിനിമയാണ്. എന്ന് സ്വന്തം പുണ്യാളൻ, ബജറ്റ് 8.5 കോടി, 8.7 കോടി, തിയേറ്റർ ഷെയർ 1,20 ലക്ഷം. പ്രാവിൻകൂട് ഷാപ്പ്, ബജറ്റ് 18 കോടി, ഷെയർ 4 കോടി. ആദച്ചായി, ബജറ്റ് 50 ലക്ഷം, ഓഫ് റോഡ്, ബജറ്റ് 1 കോടി. അതിൻ്റെ ഒന്നും കിട്ടിയത് പറയുന്നില്ല, തുച്ഛമായ തുകയാണ്. 1098, ബജറ്റ് 40 ലക്ഷം. ചിലത് ലഭ്യമല്ല. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇതൊരു പ്രധാനപ്പെട്ട സിനിമയാണ്. കഴിഞ്ഞ ഈ മാസം ഇറങ്ങിയത് മമ്മൂട്ടി പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അതിൻ്റെ ബജറ്റ് 19 കോടിയാണ്, ഷെയർ 4.25 കോടി. അതിൻ്റെ ബജറ്റ് 19 കോടി എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പ്രതിഫലം എത്രയാണ്? കുറഞ്ഞൊരു 15 ലക്ഷം രൂപയെങ്കിലും മമ്മൂട്ടിക്ക് പ്രതിഫലം ഉണ്ടാവില്ലേ? ആ പ്രതിഫലത്തിൽ കൂട്ടിയ ബജറ്റാണോ പറയുന്നത്? അതർവൈസ് ആ പടത്തിന് അത്രയും ബജറ്റ് ഉണ്ടോ? എൻ്റെ ന്യായമായ സംശയമാണ്. കാരണം വളരെ മിനിമലായിട്ട് എടുത്തിട്ടുള്ളൊരു സിനിമയാണത്. ഗൗതം വാസുദേവനാണത് വളരെ മിനിമലായിട്ടുള്ളൊരു ഷൂട്ട് ചെയ്ത സിനിമയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ 19 കോടി അതിന് ബജറ്റ് ഉണ്ട്. അത് ആരോ കണ്ടിട്ട് പറഞ്ഞ് മമ്മൂട്ടി വേറെ ഷൂട്ടിന് ഇടയ്ക്കൊന്ന് ഷൂട്ട് ചെയ്ത് പോയ പോലെ. അങ്ങനെ ഒരുപാട് ചിലവുള്ളൊരു സിനിമയൊന്നും അല്ല അത്. പിന്നെ ബജറ്റ് 3.5 കോടി, ഷെയർ 30 ലക്ഷം. അൻപോട് കൺമണി, ബജറ്റ് 3 കോടി, ഷെയർ 25 ലക്ഷം. അവരാച്ചൻ്റെ സ്വന്തം ഇണങ്ങത്തി, ഇങ്ങനെയൊക്കെ സിനിമ ഇറങ്ങുന്നുണ്ട്. ബജറ്റ് 45 ലക്ഷം, ഷെയർ 1.5 ലക്ഷം. ബെസ്റ്റി, ബജറ്റ് 4.81 കോടി, ഷെയർ 20 ലക്ഷം. പൊന്മാൻ, ബജറ്റ് 8.9 കോടി, ഷെയർ 2.5 കോടി. ഒരു ജാതി ജാതകം, ബജറ്റ് 5 കോടി, ഷെയർ 1.5 കോടി. എൻ്റെ പ്രിയതമൻ എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന പടം. അത് ജനുവരിയിൽ ഇറങ്ങിയതാണ് പടം. എൻ്റെ പ്രിയതമന് ബജറ്റ് 2.5 കോടി, ഷെയർ ലഭ്യമല്ല. സീക്രട്ട് ഓഫ് വുമൻ, ബജറ്റ് 60 ലക്ഷം, ഷെയർ 2 ലക്ഷം. ഈ സീക്രട്ട് ഓഫ് വുമൻ പ്രജേഷ് സെൻ, നമ്മുടെ സുഹൃത്താണ്, മാധ്യമപ്രവർത്തനായിരുന്നു. അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. വെള്ളത്തിൻ്റെ സംവിധായകൻ. 60 ലക്ഷമാണ് എൻ്റെ ബജറ്റ്, ഷെയർ 2 ലക്ഷം. 4 സീസൺ, ഇനി അതിൽ രസമുള്ള പടം, 20ാമത്തെ പടമാണ് 4 സീസൺസ് എന്നുള്ള പടം. ബജറ്റ് 2.5 കോടിയാണ്. ഇതിൻ്റെ ഷെയർ തിയേറ്ററിൽ നിന്ന് കിട്ടിയത് 10,000 രൂപയാണ്. അതിനർത്ഥം ആ സിനിമയുടെ ക്രൂസ് അവരുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം പോയി കണ്ടപടം എന്നായിരിക്കും അതിനർത്ഥം. ഇതിന് 2.5 കോടി ചിലവായി എന്ന് പറയുമ്പോൾ എനിക്കതിലൊരു വിശ്വാസ്യത പ്രശ്നമുണ്ട്. കാരണം അതിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടു നോക്കി. അതായത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ പോലും കെൽപ്പില്ലാത്ത ഒരാളെടുത്തൊരു പടം, അതിൻ്റെ എഡിറ്റിങ് മുതൽ അതിലെ സംഭാഷണം വരെ കൃത്രിമമായ സംഭാഷണങ്ങളുള്ള, അതിൻ്റെ ഗ്രാഫിക്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്കൂൾ കുട്ടികളതിൽ നല്ല ഷോർട്ട് ഫിലിം എടുക്കും. അങ്ങനത്തെ ഒരു പടമാണ്.
അതിന് 2.5 കോടി രൂപ ഉണ്ട്. ഈ 4 സീസൺസ് എന്ന പടത്തിന് 2.5 കോടി ബഡ്ജറ്റ് ഉണ്ടെന്ന് സുരേഷ് കുമാർ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അതിന് അത്ര ആവശ്യം. അത് മുഴുവൻ പുതുമുഖങ്ങളാണ് അഭിനയിച്ചത്. മുഴുവൻ പുതുമുഖങ്ങൾ അഭിനയിച്ച ഒരു പടമാണത്. പുതുമുഖങ്ങൾ പ്രതിഫലം കുറയണം. ഒരു കഥ, ഒരു നല്ല കഥ, ബജറ്റ് 1 കോടി, ഷെയർ 1 ലക്ഷം, പറഞ്ഞു ചെല്ലാൻ ബജറ്റ് 3 കോടി, ഷെയർ 3 ലക്ഷം. താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാത്തതുകൊണ്ടാണ് ഈ പടങ്ങൾ പൊട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിലെ പല സിനിമകളിലും പുതുമുഖങ്ങളാണ്, പലരും പുതുമുഖ സംവിധായകന്മാരാണ്. പിന്നെ ഇവർ ഈ പറയുന്ന ബജറ്റൊന്നും ഈ പടത്തിനില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. ഈ പറയുന്ന 4 സീസൺസ് എന്ന പടത്തിന് 2.5 കോടി ബജറ്റ് അല്ലെങ്കിൽ 4 കോടി ബജറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത്ര മിനിമലായിട്ട് പുതുമുഖങ്ങൾ അഭിനയിച്ച പടമാണ്. പിന്നെ ഇത്രയും മോശം ക്വാളിറ്റിയുള്ള സിനിമകളെടുത്ത് തിയേറ്ററിൽ ഇറക്കിയിട്ട് അതൊക്കെ ഞങ്ങൾ വന്ന് കാണണം, പ്രേക്ഷകർ വന്ന് കാണണമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞാൽ സൗകര്യമില്ല എന്നേ പറയാൻ പറ്റൂ. അങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ബാധ്യതയും കേരളത്തിലെ പ്രേക്ഷകർക്കില്ല. ഇനി താരങ്ങൾ പ്രതിഫലം കുറയ്ക്കാത്തതുകൊണ്ടാണോ സിനിമ കൂട്ടുന്നത്? അങ്ങനെയല്ല. താരങ്ങൾക്ക് എന്തിനാണ് അവർ പ്രതിഫലം കൊടുക്കുന്നത്? സിനിമ ലാഭത്തിലാവാൻ വേണ്ടിയാണ്, ആളുകൾ വന്ന് കാണാൻ വേണ്ടിയാണ്. അവർ പ്രതിഫലം കുറച്ചാൽ പടം മോശമാണെങ്കിൽ ആളുകൾ പോയിരുന്ന് കാണുമോ? സിനിമ നല്ല പ്രൊഡക്റ്റ് കൊടുത്താൽ ആളുകൾ പോയി തിയേറ്ററിൽ പോയി കാണും. നല്ല സിനിമ തിയേറ്ററിൽ പൊട്ടിപ്പോയാൽ അതിൻ്റെ കാരണം നമുക്ക് അന്വേഷിക്കാം. ഒരു നല്ല സിനിമ വന്നു, തിയേറ്ററിൽ ആൾ കയറിയില്ല എങ്കിൽ ഒന്നുകിൽ അവർക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പടയുണ്ടാവും. പല കാരണം കൊണ്ട് ആൾ കയറാതിരിക്കും. ചില സിനിമകളൊന്നും വരുന്നതേ അറിയുന്നുണ്ടാവില്ല, തിയേറ്ററിൽ വന്നു പോകുന്ന അറിയില്ല. പക്ഷേ OTT വരുമ്പോൾ വലിയ അപ്രീഷിയേഷൻ കിട്ടും, അല്ലേ? അങ്ങനെ എത്രയോ പടങ്ങൾ തിയേറ്ററിൽ പരാജയപ്പെടുകയും OTT നിർമ്മാതാക്കൾ നഷ്ടം കണക്കാക്കുന്ന തിയേറ്ററിൽ കളക്ഷൻ വെച്ച് മാത്രമാണോ? അവർക്ക് OTT കാര്യം, സിനിമ, സാറ്റലൈറ്റ് ഒക്കെ ഇല്ലേ? ഇതിൻ്റെ ഒരു ലോജിസ്റ്റിക്സ് ഞാൻ പറയാം. ഈ 2.5 കോടി, 3 കോടി, 18 കോടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇതിന് ഇത്ര ചിലവ് വരുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് പിന്നിൽ മറ്റു പല ഘടകങ്ങളുമുണ്ട്. മണി ലോണ്ടറിങ് വരെ ഉണ്ടാവും, അത് സംശയിക്കാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സിനിമ ഇറക്കുമ്പോൾ തന്നെ അത് OTT വിൽക്കാൻ പാകത്തിനാണ് അവർ ഇറക്കുന്നത്. OTTയുടെ സാറ്റലൈറ്റ് റേറ്റിന് തുക ഇതിൽ കൂട്ടുന്നില്ല അവർ. അപ്പോൾ അങ്ങനെ ഒരു നഷ്ടം അവർക്ക് സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. OTTയിൽ ഇപ്പോൾ ഒരു കോടി കിട്ടും എന്ന് കരുതിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ 1.5 കോടിക്കോ 2 കോടിക്കോ ഒരു സിനിമ ഇറക്കും, ബജറ്റ് 3 കോടി എന്ന് പറയും. അങ്ങനെയൊക്കെ അല്ലാതെ വെറുതെ ഈ ഇത്രയും പടം 100-200 കോടി രൂപ ഒരു മാസത്തിൽ കൊണ്ടുപോയി വെള്ളത്തിൽ കളയാൻ ഈ നിർമ്മാതാക്കൾ തയ്യാറാവോ? ആരെങ്കിലും സിനിമ പിടിക്കാൻ തയ്യാറാവോ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പലതരത്തിലുള്ള ലോജിസ്റ്റിക്സ് ഉണ്ട്. മറ്റൊരു കാര്യം, സിനിമ വിജയിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടത്, ഒന്നാമത് കഴിഞ്ഞൊരു 5 വർഷമായി മലയാളികൾ ലോക സിനിമയോട് എക്സ്പോസ്ഡാണ്. കോവിഡിന് ശേഷം മലയാളികൾ ധാരാളമായി ഇൻ്റർനാഷണൽ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുമ്പിലേക്ക് ഈ മാതിരി തട്ടിക്കൂട്ടി സിനിമ ആണെന്ന് അവർക്ക് ഒരു നിർബന്ധമില്ല തിയേറ്ററിൽ പോയി സിനിമ ആണെന്ന്. ഒരു ഫാമിലി തിയേറ്ററിൽ പോയി സിനിമ ആണെങ്കിൽ എത്ര രൂപ വേണം? 1000 രൂപ വേണം. ഒരാളുടെ ഒരു ദിവസത്തെ വരുമാനമാണത്. ആരാണ് ഇത്ര റിസ്ക് എടുത്ത് പോയി സിനിമ ആണ്? അപ്പോൾ ഈ മാതിരി ഈ 28 പടങ്ങളുടെ ലിസ്റ്റ് നിർമ്മാതാക്കൾ പുറത്തുവിട്ടതാണ്. ഈ സിനിമകൾ കാണണം എന്നാണ് നിർമ്മാതാക്കൾ ഞങ്ങൾ പ്രേക്ഷകരോട് വാശി പിടിക്കുന്നത്. സോറി,